അമ്മ കൃപാസനം അൾത്താരയിൽ ഇതുപോലുള്ള ഒരു ആരാധന മധ്യയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും പരിശുദ്ധ അമ്മ ജീവനോടെ നിന്ന് ഓരോ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വലിയ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയ്ക്ക് ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ ധ്യാനം നയിക്കാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെയും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നീ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ അവിടുത്തെ തിരുഹിതം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പറ്റിയുള്ള തിരുഹിതം വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഈശോയെ ആ വചനം കേട്ട് അത് നടപ്പിൽ വരുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ വന്ന്, കൃപാസനത്തിൽ വന്ന് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിച്ചു പോയിട്ടുള്ള, കണ്ണുനീരിട്ട് പോയിട്ടുള്ള എല്ലാ മക്കളെയും നമുക്കൊരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയി, ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ച് ജീവിക്കുന്ന, ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന മക്കളെ ഈ നിമിഷം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സൗണ്ട് സിസ്റ്റത്തെയും ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങളെയും മീഡിയയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെയും എല്ലാവരെയും ഈ അൾത്താരയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഷക്കീന ടെലിവിഷനിലൂടെയും ഷാലോം ടെലിവിഷനിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിച്ച് ദിവ്യകാരുണ്യനാഥനെ അൾത്താരയിലേക്കും നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലേക്കും വരവേറ്റ് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഈശോയെ, ഈ ആലയത്തിന്റെ 4 അതിരുകളിലും അങ്ങയുടെ ദൂതരെ കാവൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ശക്തിയായി, സൗഖ്യമായി, അഭിഷേകമായി, സാന്ത്വനമായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശക്തി ഞങ്ങളുടെ ജീവിതത്തെ ദുർബലപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിലും വന്ന് നിറയപ്പെടുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുകയും ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യുന്ന പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകമായിട്ട് ഈശോയ്ക്കും ദിവ്യകാരണ ഈശോയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈ തിരുമണിക്കൂറിലേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ തിരുമണി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമ്മുടെ ജീവിതത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ തിരുമണിക്കൂറിൽ വലിയ അഭിഷേകം ഉണ്ടാകുവാനും ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ ആഴമായി പതിക്കുവാനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളെയും ഈ തിരുമണിക്കൂറുകളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് അഭിഷേകമായിട്ട് അഗ്നിയായിട്ട് സൗഖ്യമായ അനുഭവമാകും. ഇരുകാര്യങ്ങൾ ഉയർത്തി നമുക്ക് ദിവ്യകാരണനാഥനെ സ്തുതിച്ച് ആരാധിക്കാം.
യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ അഭിഷേക ഭക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ യേശുവേ. ഈ തിരുമണിക്കൂറിൽ അങ്ങ് ഞങ്ങളെ തുടരണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവ വചനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. അഗ്നി ഇറങ്ങി അഭിഷേകത്തിന് അഗ്നി ഇറങ്ങണമേ. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ വിവിധ ആവശ്യങ്ങൾ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റിലൂടെയും ഓൺലൈൻ ഉടമ്പടിയിലൂടെയും തീർത്ഥാടക ഉടമ്പടിയിലൂടെയും സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ നിയോഗങ്ങൾ, ഇന്നാദ്യമായി ഇവിടെ കിടന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ, ഇത്രനാൾ വരെയും ഉടമ്പടിയിലൂടെ നടന്ന് നീങ്ങുമ്പോഴും ലഭിക്കാതെ പോകുന്ന ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട്. നമ്മൾ സമർപ്പിച്ചിട്ട് ഇതുവരെ നമുക്കത് ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ തിരുമണിക്കൂറും ഈ കൃപാസനത്തിനെയും ഓരോ ശുശ്രൂഷ മേഖലകളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടുത്തെ ഓരോ ശുശ്രൂഷ ഓരോ കുടുംബാംഗങ്ങളെയും ഇവിടെ കടന്നു വരുന്ന അനേകായിരങ്ങൾ അവർക്കെല്ലാം ആശ്വാസം ലഭിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് മൗനമായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി നമ്മുടെ നാഥൻ നമ്മുടെ മുന്നിലായിരിക്കുന്ന ദിവ്യാനീശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈ ദിനത്തിലെ വലിയ രോഗശാന്തികൾ ഉണ്ടാകുവാൻ, വലിയ വിടുതലുണ്ടാകുവാൻ, ഈ ദിനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന കണ്ണീരുകളൊക്കെ ഏറ്റെടുത്ത് അവയെല്ലാം ഈശോ അനുഗ്രഹമാക്കി കൃപയാക്കി നമുക്ക് നൽകാൻ, അഭിഷേകത്തിൻ്റെ ദിനമാക്കി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഈ തിരുമണിക്കൂറിലൂടെ കടന്നു പോകുവാനും നമ്മുടെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഈ ദിവസം ഉത്തരം നൽകാൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത ദുഃഖങ്ങൾ
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും കേൾക്കാരോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്ന മക്കളെ, ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന മക്കളെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത മക്കളെ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ, കൂട്ടുകെട്ടിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ, ലഹരി വസ്തുക്കൾക്ക് അകപ്പെട്ട മക്കളെ, എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിഷേധത്തിന് സാക്ഷികളായി ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക, സ്വസ്ഥതയോടെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉടമ്പടിയുടെ ഒരു അനുഗ്രഹ പ്രക്രിയയെക്കുറിച്ചാണ് ഇപ്പോഴ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ചിലർക്ക് ഉടമ്പടി പുതുക്കുമ്പോഴാണ് പുതിയ അനുഭവത്വവും അടയാളവും ഒക്കെ ലഭിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉടമ്പടിയുടെ ഒരു പ്രയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാഗിക ബോധ്യവും പൂർണ്ണ ബോധ്യവും എന്ന് പറഞ്ഞ രണ്ട് കഷ്ണങ്ങളുണ്ട്. ബോധ്യം ഒരു പ്രശ്നമാണ്. ഉടമ്പടി ആർക്ക് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇത് കത്തണത് എപ്പോഴും നമ്മുടെ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എന്ത് ബോധ്യമുണ്ട്. ഇപ്പോഴ് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വചനം റോമ 4:21. റോമ 4:21. എങ്ങനെയാണ് ഉടമ്പടി പെട്ടെന്ന് ഫയറാകുന്നതെന്ന് നമ്മൾ നോക്കണം. നമ്മളങ്ങനെ ഓരോ നോഹവുകൾ, ഇതുപോലെ ജ്ഞാനസൂത്രങ്ങൾ, ഉടമ്പടി കത്തിക്കുന്ന ഓരോരോ മെത്തേഡുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥം നൽകണ. നമ്മളതൊന്ന് വളരെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കണ പോലെ സാങ്കേതിക ജ്ഞാനത്തിന് ആവശ്യമായ ഒരു ബുദ്ധിപരമായ സൂക്ഷ്മത ഉടമ്പടി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഒരു ഭക്തകൃത്യം എന്നതിനേക്കാളുപരി ഒരു ഭക്തകൃത്യം എന്നതിനേക്കാൾ മനസ്സും ബുദ്ധിയും ആവശ്യമുള്ള ഒരു ആധ്യാത്മിക സാങ്കേതിക വിഷയം പോലെ ഉടമ്പടി അതിന്റെ ജ്ഞാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാം. റോമ 4:21. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. നോക്കിയേ, റോമ 4:21 ഏറ്റുപറഞ്ഞ് വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കൺവിഷനാണ്, നോട്ട് പാർഷ്യൽ കൺവിഷൻ. നമ്മൾക്ക് പലർക്കും വരുന്ന ഒരു ചെറിയ അബദ്ധം, ഒക്കുമായിരിക്കും അല്ലേ, ഒത്താക്കുള്ള എന്ന് പറയത്തില്ലേ, ഒക്കുമായിരിക്കും അല്ലേ. ചിലർ ലോട്ടറി ടിക്കറ്റ് എടുക്കത്തില്ലേ, നേരത്തെ ഏജന്റുമായി പറയത്തില്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നയാൾക്ക് അടിച്ചു, പാലക്കാട് അടിച്ചു, മലപ്പുറത്ത് അടിച്ചെന്നൊക്കെ പറയത്തില്ല. അതുപോലെ ഉടമ്പടി എടുത്തിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളെ നോക്കിയിട്ട് ആൾക്കാർ ഒക്കുമായിരിക്കും അല്ലേ, ഒത്താക്കൊള്ളാം കിട്ടിയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കും. ഇത് ഞാൻ പറയണത്, ഇത് പാപമാണ് അങ്ങനെ ചെയ്യണത്. അല്ലാതെ എടുക്കണല്ല പ്രശ്നം. നിങ്ങൾ വന്ന് ഇരന്ന് പണി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. കാര്യം നിങ്ങൾ ആരോടാ കളിക്കണത്? ദൈവത്തോടാണ്. അവിടെ പ്രശ്നം. കിട്ടിയ ഇപ്പം മനുഷ്യരോടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കാര്യം മനുഷ്യൻ്റെ അടുത്ത് അസത്യമുണ്ട്, നുണയുണ്ട്, സത്യമുണ്ട്. പക്ഷേ ദൈവത്തിൽ കളങ്കമില്ലാത്ത കാരണം, കളങ്കമില്ലാത്ത ദൈവത്തെ നിങ്ങൾ സംശയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റാങ്ക് പിശാസിൻ്റെ റാങ്കാണ്. പിശാസാണ് നിങ്ങൾ ചെയ്യണത്. വളരെ സീരിയസ് വിഷയമാണിത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യമായ അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്യുന്നെന്നുള്ള ആഴമായ ബോധ്യത്താൽ പൂർണ്ണമായ ബോധ്യത്താൽ അബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ പൂർണ്ണമായ ബോധ്യം, ദാറ്റ് മീൻസ് കംപ്ലീറ്റ് കൺവിക്ഷൻ. ഈ കംപ്ലീറ്റ് കൺവിക്ഷൻ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓരോ വിഷയത്തിന് വെക്കുന്ന, ഓരോ വിഷയത്തിന് സാക്ഷ്യം പറയുന്ന ആൾക്കാരുടെ സാക്ഷ്യങ്ങൾക്ക് മനസ്സിലാകും. അവരതിൻ്റെ അകത്ത് പൂർണ്ണമായി മനസ്സർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഡൗട്ടില്ല. ഇത്തിരി കാലങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വന്നായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് ഈ ദിവസങ്ങളിൽ ഞാൻ വെളുപ്പിന് കേട്ട സാക്ഷ്യമാണ്. അവരുടെ പേരിന് മേരി ഗ്രെയിൻ. അവരുടെ സാക്ഷ്യം, അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ആയുർവേദിക് കോളേജിൽ അവർക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം. അതാണ് വിഷയം. കയറം ആയുർവേദിക് കോളേജിൽ അഡ്മിഷനൊക്കെ ആർക്ക് വേണമെങ്കിൽ കിട്ടും. ആർക്ക് വേണമെന്നില്ല, ഒരു 85% സ്കോറിങ്ങൊക്കെ വന്ന ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയാണ്. സീറ്റ് കുറവാണ്. ഇത് ഗ്രാജുവേഷനാണ് കിട്ടേണ്ടത്. പക്ഷേ അവളുടെ കപ്പാസിറ്റി അനുസരിച്ച് കിട്ടാനുള്ള സാധ്യതയില്ല.
അവരുടെ ബോധ്യം വരണത്. കാര്യം പൈസ മുടക്കിയാണല്ലോ ആൾക്കാർ എടുക്കുന്നത്. 45 ലക്ഷം രൂപയൊക്കെ അതിനും വരും. നമുക്കവർക്ക് MBBS മാത്രമാണ് ഗ്രാജുവേഷന് പൈസ അല്ല, ആയുർവേദത്തിനും അങ്ങനെ തന്നെ 35 ലക്ഷം രൂപ ഒരു ഡോക്ടർ മുടക്കിയത് എനിക്കറിയാം. അതെന്ത് പക്ഷേ ഇതിപ്പോൾ ഇവളെന്താ പറയണത്, അങ്ങനെ മുടക്കാൻ എനിക്ക് കാശില്ല, വീട്ടിൽ കാശില്ല, ഞങ്ങൾക്ക് കടങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെ എനിക്കത് ചെയ്തു തരണം. ഓൾ ഇന്ത്യയിലാണ് 5 സീറ്റേ ഉള്ളൂ. ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ തന്നെ അങ്ങനെയാണ്. ഓൾ ഇന്ത്യയിലാണ് 5 സീറ്റേ ഉള്ളൂ. 5ാമത്തെ റാങ്കിൽ വന്ന് പെട്ടാൽ ചെറിയ ഹോപ്പെങ്കിലും ഉള്ളൂ. 5ാമത്തെ റാങ്കിൽ വന്ന് പെട്ടാൽ പൈസ ഇങ്ങോട്ട് കിട്ടണ്ടേ, സ്റ്റൈഫൻഡ് നമുക്ക് തന്നിട്ട് അല്ലേ പഠിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനും സങ്കല്പിക്കാനും ആഗ്രഹിക്കാനും ഉടമ്പടി എന്തുമാത്രം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വേറെ നമുക്ക് മെറിറ്റില്ല. അമ്മ വിചാരിച്ച എന്നെ 5ാം റാങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ് അവരുടെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കൊക്കെ കുറേ പരാജയങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എപ്പോഴും ഓർത്തേക്കണം. ഇടയ്ക്കൊക്കെ പരാജയങ്ങളുണ്ടാവും. ചില ആൾക്കാർക്ക് വരുന്നത് ഇടയ്ക്കൊന്ന് പരാജയം എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ളതാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഈ ഉടമ്പടിയുടെ അകത്ത് ഒരു സെക്ഷനിൽ പരാജയമുണ്ട്. ഈ പരാജയം നമ്മൾ ആദ്യമേ തന്നെ മുൻകൂട്ടി കാണണം. കാര്യം അല്ലാതെ ഇതെല്ലാം മൊത്തം വിജയമാണെന്ന് പറഞ്ഞിരിക്കരുത്. ചില ആൾക്കാർ മുങ്ങിപ്പോയാലും പിന്നെയും 2 കയ്യിൽ നിന്ന് എടുത്ത് തുഴഞ്ഞ് പിന്നെയും കയറും. കാര്യം എന്താണ്, മാതാവ് അവസാനം കൊണ്ടുപോയി ഇത് ശരിയാക്കുമെന്ന് അവർക്ക് ആന്തരിക ബോധ്യം ഉണ്ടാവും. അവസാനം കൊണ്ടുപോയി ഇത് ശരിയാക്കുമെന്ന്. എന്താ പരാജയം എന്ന് അച്ഛൻ പറഞ്ഞത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമ്മുടെ നടപടിയില്ലേ, ഹെബ്രായ ലേഖനം എന്ന് എടുത്തേ. ഹെബ്രായ ലേഖനം 10:36 മക്കളെ സ്തുതിച്ചേണ്ടേ. ഹെബ്രായർ 10:36. ഹെബ്രായ ലേഖനം 10:36. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പൊ ഈ സഹനത്തിന് ഒരു റോളുണ്ട് ഇവിടെ. എപ്പോഴായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് സഹനത്തിൻ്റെ ഒരു കാലാവസ്ഥ ഉറപ്പാണ്. നിങ്ങളുടെ രോഗസൗഖ്യത്തിനായാലും ശരി, പരീക്ഷ വിജയത്തിനായാലും, ജോലിക്കായാലും, ജപ്തി നടപടി രക്ഷപ്പെടാനായാലും ഇതിൻ്റെ അകത്ത് ഒരു കാലഘട്ടം സഹനത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണത്? സഹനത്തിൻ്റെ കാലഘട്ടം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹനത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഇല്ല, മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കിത് അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. കാര്യം ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ പ്രാപിക്കണത്. കാര്യം ഓൾറെഡി നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം വാഗ്ദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ കൈയും കഴുകി അങ്ങനെ ആരെങ്കിലും നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഇലയിടുമെന്ന് ആരും വിചാരിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാനേ കൈ കഴുകി ചെല്ലുമ്പോൾ തന്നെ ഇലയിടുമെന്ന് ആരും വിചാരിക്കരുത്. അതിന് സഹനശക്തി ആവശ്യമാണ്. കൈയിടിച്ച് കർത്താൻ കടന്നു പോകുമ്പോൾ വാഗ്ദാനപ്രകാരം ശക്തികളെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ സഹനശക്തിയുടെ കാര്യങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും ഉടമ്പടി ഒന്ന് ഉടക്കി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതോടുകൂടി ഡൗൺ ആകരുത്. പ്രാർത്ഥന കുറച്ച്, സൽപ്രവൃത്തികൾ കുറച്ച്, കുർബാന കുറച്ച്, ആൾക്കാരോട് സംസാരിക്കുന്ന കുറച്ച്, ഇങ്ങനെ പിന്നെ നിങ്ങളിലേക്ക് തന്നെ ഒരു പിൻവലിയുന്ന രീതിയിൽ വന്നാൽ ഒരു കുഴപ്പമുണ്ട്.
നാളെ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരും. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ ഈ നെഗറ്റീവ് മാർക്ക് കൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പരീക്ഷയ്ക്കൊക്കെ കറുപ്പിക്കത്തില്ലേ നിങ്ങളെ? പരീക്ഷയ്ക്ക് തെറ്റ് നമ്മൾ ശരി കറുപ്പിക്കാൻ വേണ്ടി പറയത്തില്ലേ? അപ്പോൾ എന്നാ സംഭവിക്കണം? ചില സമയത്ത് ഡാർക്കൻ ചെയ്യുമ്പോൾ ആ ഡാർക്കൻ ചെയ്യണത് തെറ്റാണെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടത്തില്ല. പക്ഷേ ആധ്യാത്മികത അങ്ങനെയല്ല. ദൈവത്തോട്, സത്യമായ ദൈവത്തോടാണ് ഇടപെടുന്ന കാരണം നിങ്ങൾ ഡാർക്കൻ ചിന്തിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാതിരിക്കണമല്ല, നെഗറ്റീവ് മാർക്ക് വരും അവിടെ. എൻ്റെ അമ്മ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് കേട്ടോ. അതായത് നിങ്ങൾ ദൈവത്തോടല്ലേ കളി കളിക്കണത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സംഭവത്തിലാണ് ദൈവമായിട്ട് ഇടപെടുന്നത്? നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത് മൂന്ന് അവസ്ഥകളിലേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ വിശ്വാസം, അല്ലെങ്കിൽ ഫെയ്ത്ത്, ഹോപ്പ്, പ്രത്യാശ, അല്ലെങ്കിൽ ദൈവസ്നേഹം. ഈ 3 പുണ്യങ്ങൾ വെച്ചുകൊണ്ടേ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും ഒരെണ്ണത്തിൻ്റെ പമ്മിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശ്വാസം കുറവാണെന്നാണ്, അല്ലെങ്കിൽ പ്രത്യാശ കുറവാണെന്നാണ്. ഏറ്റവും പ്രശ്നം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാത്ത വലിയ പ്രശ്നം നെഗറ്റീവായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നു. പിന്നെ ഇത് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഇത്രയും നാൾ ഞാൻ ദൈവത്തോടു കൂടി ജീവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്, ദൈവത്തോട് ഇടപെട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും സങ്കീർണം കാര്യം. അത് ഒന്നാമതൊരു ബുദ്ധിപരമായ ഒരു ഏർപ്പാടാണ്. അവിടെ ഇമോഷൻസിനൊന്നും നമ്മുടെ ഈ കരിഞ്ഞ കണ്ണീരും അതുപോലെ തന്നെ കുറേ തരത്തിലുള്ള പാരവശ്യങ്ങൾക്കൊന്നും ദൈവത്തിൻ്റെ ദൃശ്യം ഒരു വിലയുമില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം ഈ കണ്ണീരൊക്കെ ചുമ്മാ കള്ളത്തരവാണെന്നും. ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം ഒരു അഭിനയമാണെന്നൊക്കെ ദൈവത്തിന് അറിയാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്ത് സംഭവമാണെങ്കിലും സത്യസന്ധമായിരിക്കണം കർത്തൃസന്നിധിയിൽ. ഇപ്പോൾ ചില സമയത്തൊരു സഹനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ വിശ്വാസത്തെ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ഞങ്ങൾ ഉടമ്പടിക്കാലത്ത് എബ്രായ ലേഖനം 10:36 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിച്ച സഹനശക്തി ആവശ്യമായി വരുമ്പോഴേ അത്തരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമേ. ഇതിനകത്ത് വരുന്നൊരു വിഷയം എബ്രാഹമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. എബ്രാഹാം സബ്ജക്റ്റ് ആകുമ്പോൾ എബ്രാഹത്തിൻ്റെ കാലത്തും ഇതുപോലെയുള്ള പലതരത്തിലുള്ള സഹന സാഹചര്യങ്ങളുണ്ട്. എബ്രാഹത്തിൻ്റെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സഹന സാഹചര്യം ആരാ? സാറാ തന്നെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത് അവർ മാത്രമാണ്. അവർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും അത്രയും വിടക്ക് കേട്ട സ്ത്രീയാണത്. അവർക്ക് കാറ്റഗിസം ഇല്ല, അതതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഖത്ത് വല്ലവരും ചിരിക്കുക. അപ്പോൾ അവർക്ക് അതിനകത്ത് വിശ്വാസമില്ല. ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിൽ തന്നെയും ഇതുപോലെ ഒരു ചിരി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. സംഭവം കേൾക്കുമ്പോൾ ഇതൊക്കാൻ പോണ എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ധരിക്കും. സംഭവം കേൾക്കുമ്പോൾ ഇതൊക്കാൻ പോണ, ഇത് എങ്ങനെ വെക്കും എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ധരിക്കും. അതാണ് ചിരി, സാറായുടെ ചിരി എന്ന് പറയണം. ഈ സാറായുടെ ചിരിയുമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങൾ സമീപിക്കണമെങ്കിൽ അത് തന്നെ സംഭവിക്കും. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് സത്യസന്ധമാണോ എൻ്റെ വിശ്വാസം എന്ന് ധ്യാനാത്മകമായി ആത്മശോധന ചെയ്യേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തെ കുറച്ചും കൂടി
അങ്ങയുടെ തിരുസന്നിധിയിലെ സ്വീകാര്യമാക്കുവാൻ നിന്റെ വിശ്വാസത്തെ പുനഃക്രമീകരിക്കണമേ. തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ അവിശ്വാസത്തെ പരിഹരിച്ച് വിശ്വാസത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ദൈവിക വാഗ്ദാനങ്ങളോട് മറന്നിരിക്കാതെ ഈശോയെ ആമേൻ പറയുവാൻ, പരിശുദ്ധ അമ്മയെ പോലെ പറയുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നമുക്ക് ഈ ചൂണ്ട ഇട്ടിട്ട് ചില ആൾക്കാർ ഈ സന്ധ്യയാകുമ്പോഴൊക്കെ ചില കുഞ്ഞു മീനിനെയൊക്കെ കോർത്ത് ചൂണ്ടയിട്ടിട്ട് എന്താ പുഴയിലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് പോരും അല്ലേ. എന്നിട്ട് പിറ്റേ ദിവസം പോയി ചൂണ്ടയെ കൊളുത്തിയിട്ടുണ്ടെന്ന് നോക്കും. ഇങ്ങനെ ചില ആൾക്കാർ ഉടമ്പടി ചെയ്യുന്നുണ്ട്. ചൂണ്ടക്കാർ ചുമ്മാ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ടേക്കും. എന്നിട്ട് പിന്നെ അവർക്കിഷ്ടമുള്ള പോലെ അവർ ജീവിക്കും. മാറിക്കിടന്നുറങ്ങുകയെ പഴയ പോലെ തോന്നിയ മാസമായിട്ട് ജീവിക്കുക ചെയ്യും. ഇത് ഇടയ്ക്ക് പോയി കൊത്തിയിട്ടുണ്ടെന്ന് നോക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഇരിക്കുന്നത് ഒരു 50% ആൾക്കാർ ഈ ടൈപ്പാണ്, ചൂണ്ടക്കാരാണ്, ഉടമ്പടി ചൂണ്ടക്കാർ. എന്നുവെച്ചാൽ കരിക്കലിന് വന്നിട്ട്, അതായത് ഞങ്ങളുടെ നാടൊക്കെ കരിക്കലെന്ന് പറയണത് ഈ സന്ധ്യയ്ക്ക് ഉള്ള സമയത്തിനാണ്. വന്നിട്ട് ഒരു ചെമ്മിനെ എന്തെങ്കിലും കോർത്ത് ചൂണ്ടയിട്ട് വെച്ചും പുഴയിലിട്ടും പോരും. എന്നിട്ട് നമ്മൾ വെളുപ്പിനെ ചെന്നിട്ട് ചൂണ്ട വരച്ചിട്ട് മീൻ കൊത്തിയിട്ടുണ്ടെന്ന് നോക്കും. ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന അണ്ണന്മാർ പകുതിയോളം ഈ ടൈപ്പ് പാർട്ടിയാണ്, ചൂണ്ടക്കാരാണ്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒരു ഉടമ്പടി എന്ന സംഭവം എടുത്തതിന് ശേഷം പിന്നീട് അവരതിന്മേലൊന്നും ചെയ്യത്തില്ല. ആ ഉടമ്പടിയുടെ യാതൊരു നിബന്ധനകളും നോക്കത്തില്ല. നിബന്ധനകളല്ല ഉടമ്പടി ആത്മാവെന്ന് പറയണത്. ഉടമ്പടി ആത്മാവെന്ന് പറയണത് ദൈവവുമായിട്ടുള്ള ആത്മാർത്ഥമായ ആന്തരികമായ ബന്ധമാണ്. ഈ ബന്ധം ഒരിക്കലും കട്ടയിലാകാതെ വളരെ സൂക്ഷ്മതയോടെ സ്നേഹോഷ്മളമായി സമർപ്പണത്തോടെ കൊണ്ടുപോയി പുരോഗമിപ്പിക്കേണ്ടതാണ്. അല്ലാതെ ഇവിടെ ചൂണ്ടക്കാരെ പോലെ കൊണ്ടുപോയി ഇരയിട്ട് പുഴയിലിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വന്നിട്ട് കൊത്തിയിട്ടുണ്ടാ, ജയിച്ചിട്ടുണ്ടാ, ഓഫർ ലെറ്റർ വന്നാൽ, വിസ വന്നാന്നൊക്കെ നോക്കത്തില്ലേ. ഇതുപോലുള്ള പ്രാക്കുപെട്ടവർ ഒരു കാരണവശാലും ഉടമ്പടി എടുക്കരുത്. കാര്യം വെച്ചാൽ നിങ്ങളെന്ത് തെറ്റിദ്ധരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ യോഗ്യതയില്ലാത്തൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ദൈവത്തിനെ പരീക്ഷിക്കാൻ പിശാചിന് മറ്റൊരു അവതാരമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ദൈവത്തെ പ്രീണിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ഫലത്തെ വേണ്ടി ഫലം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്താ
പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയം. ഇപ്പോൾ തന്നെ എഫേസ്യസ് ലേഖനം എന്താ പറയണത്? അവിടുന്ന് വിശുദ്ധർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോഴേ പ്രത്യാശയുടെ സോഴ്സ് അതാണ്. ഉടമ്പടി പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പ്രത്യാശയുടെ സോഴ്സ് എബ്രാഹത്തിൽ എന്താണ് ഉണ്ടായത്? എഫേസ്യസ് 1:18 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. എഫേസ്യസ് 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. 25 വർഷം കഴിഞ്ഞിട്ട് എബ്രാഹാം പിടിച്ചു നിന്നു, സാറ പിടിച്ചു നിന്നില്ല. സാറ ഹാഗറിനെ പ്രാപിച്ച് മക്കളുണ്ടാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ലോത്തിൻ്റെ ആൾക്കാർ നമ്മുടെ വസ്തു അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞ്. ലോത്തിന് പേടിയായിരുന്നു. ഇളയപ്പൻ്റെ മകനാണെങ്കിലും സാറായ്ക്ക് പേടിയായിരുന്നു. എബ്രാഹിം മരിച്ചു പോയാൽ ഇവിടെ സ്വത്തെല്ലാം ലോത്തും ആൾക്കാരെ അടിച്ചു മാറ്റുന്നത്. അതുകൊണ്ട് എബ്രാഹത്തിനെ പെരുകേറ്റി ഹാഗറിൽ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ സാറ എപ്പോഴും എബ്രാഹത്തിനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ സാറയുടെ വർത്തമാനം കേട്ടിട്ട് എബ്രാഹിൻ്റെ അടുത്ത് വശംവദനായെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ എന്നാലും എബ്രാഹത്തിൻ്റെ ഫെയ്ത്തിൽ വ്യത്യാസം വന്നില്ല. ആ മനുഷ്യൻ അപ്പോഴും തനിക്ക് നൽകാൻ പോകുന്ന മഹത്വത്തിൻ്റെ സമ്പൂർണ്ണതയെക്കുറിച്ച് ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കപ്പെട്ടവനായി 25 കൊല്ലം കഴിഞ്ഞും ദൈവം അദ്ദേഹത്തോട് ചെയ്ത വാഗ്ദാനങ്ങളിലെ അദ്ദേഹം അവകാശമാകാൻ വേണ്ടി നോക്കി പാർത്ത്. അവകാശബോധം അയാൾക്ക് നഷ്ടപ്പെട്ടില്ല. നമുക്ക് പരക്കം വരണത് ഒരു ടൈം കഴിയുമ്പോൾ അവകാശബോധം പോകും. മനസ്സിലായില്ലേ? അവകാശബോധം കരുത് ഉടമ്പടി വർക്ക് ചെയ്യണത് അവകാശത്തിലല്ലേ. അപ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ ടൈം ഇങ്ങനെ ലാഗ് ചെയ്ത് പോവുകയാണെങ്കിൽ അവകാശബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം ഉടമ്പടി വാഗ്ദാനങ്ങളിലാണ് വർക്ക് ചെയ്യണത്. വാഗ്ദാനം അവകാശമാണ്. കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. മക്കളെ, ഈ പാട്ട് മനസ്സിൽ സൂക്ഷിച്ചിട്ട് നന്നായി സ്തുതിക്ക്. നിങ്ങൾ ദൈവം ബ്ലെസ് ചെയ്യുന്ന സമയമാണ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അതിശക്തം കർത്താവേ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ വിഷമതകൾ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, അടിപോലെ ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകൾ എല്ലാം മാറ്റപ്പെടാൻ വേണ്ടി കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ
നീ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന 36 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യുഗതയാൽ കൃപാസംസ്ഥാനയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ എല്ലാ ഭാരങ്ങളും എല്ലാ ആശ്വാസങ്ങളും എല്ലാ രോഗങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒരു ടൈം കഴിയുമ്പോൾ അവകാശം ഔദാര്യത്തിൻ്റെ രീതിയിൽ നിറം മാറാൻ സാധ്യതയുണ്ട്. അവകാശത്തിന് നിറം മാറ്റം ഭയങ്കര സീരിയസ് വിഷയമാണ്. ഉടമ്പടിയിൽ വ്യക്തികൾക്ക് സംഭവിക്കുന്നതാണ്. അവരവകാശത്തിന് ഔദാര്യത്തിൻ്റെ വില കൊടുക്കുമ്പോൾ അതിന് നിറം മങ്ങും. ഔദാര്യം അവകാശമല്ലല്ലോ. ഇപ്പം സംഭവം ഇപ്പം ജോലി, വീട്, വിവാഹം ഇതൊക്കെ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവകാശബോധം പോയിട്ട് ഔദാര്യബോധം വരും. അവകാശത്തെ നിറം മങ്ങും. ഇതാണ്. പക്ഷേ ഇത് മങ്ങാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അവകാശം ഔദാര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് അധപ്പതിക്കാതിരിക്കാൻ എന്താ കാരണം? എന്താ? ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അതാണ് എഫേസ്യർ 5:1-18. ഒന്നിനു വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ ഈ ആന്തരിക നേത്രങ്ങള് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട, നമുക്കറിയാലേ, നിങ്ങൾ പറയണ പോലെ ഉടമ്പടി അത്ര സിമ്പിൾ അല്ല. കാര്യം ലാഗ് ചെയ്യുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, അല്പം ദൈർഘ്യം വേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുകയാണ്. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിത അവസ്ഥകള് ചില കാര്യങ്ങളിൽ അങ്ങ് ഇടപെടുന്നതിന് കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ എൻ്റെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതായത് ആന്തരിക നേത്രത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നിങ്ങൾക്ക് കാഴ്ച പ്രാപിക്കാൻ കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം എന്നോട് ശ്രദ്ധിക്കട്ടെ. വെളിപാട് 3:18. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക. എന്ന് പറഞ്ഞ് കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക. ഈ അഞ്ജനം എന്താ? അത് ദൈവിക പുണ്യങ്ങളായി. ശരിക്കും പറഞ്ഞ നിന്റെ ആത്മാവിൻ്റെ കണ്ണിൽ എഴുതി കണ്ണ് തെളിച്ച് തരുന്നത് ദൈവസ്നേഹം കൊണ്ടാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെല്ലാം വ്യക്തമായിട്ട് കാണുന്നത്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കൈയിടിച്ച് കർത്താസുലല്ലോ. സന്തോഷത്തിന് കൈയടിച്ചുകൊണ്ട് വായിച്ചോളൂ. 1 യോഹന്നാൻ 4:8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഒന്ന് പറഞ്ഞ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാകുന്നു. അപ്പൊ ദൈവത്തെ അറിയുക, ദൈവം നമുക്ക് വേണ്ടി, വിശുദ്ധർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിൻ്റെ ആഴങ്ങൾ അറിയുക. ഇതെല്ലാം നടക്കുന്നത് ദൈവസ്നേഹത്തിന്റെ അഭിഷേകത്തിലാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവ പൈതലെ, ഞാൻ നിങ്ങളോട് എളിമയോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, മനസ്സിലായില്ലേ? എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്? ഭയങ്കരമായ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കർത്താവിനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നുണ്ട്, അല്ലേ? അറിഞ്ഞവരെ നമ്മൾ ആഴപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ തന്നെ ഔദാസികമായ ജീവിതത്തിൽ പുരോഗമിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ സൽപ്രവൃത്തികളിലും കൃപാവര പ്രവൃത്തികളിലും സാക്ഷികളായി മാറുന്നുണ്ട്. ബട്ട് വെൻ യു ഡു ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിങ്ങളത് ചെയ്യുമ്പോൾ ഒരു സാങ്കേതികമായി ചെയ്യാതെ എണ്ണി ഒപ്പിച്ച് ചെയ്യുന്നതിന് പകരം, കർത്താവേ, ഞാനിതെല്ലാം ചെയ്യുന്നത് അങ്ങയോടുള്ള അദമ്യമായ സ്നേഹത്താലാണ്. എൻ്റെ ഹൃദയത്തെ അങ്ങ് സ്നേഹത്താൽ നിറക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി പ്രകാരം ഞാൻ ചെയ്യുന്ന ഓരോ സുവിശേഷ സാക്ഷ്യപ്രവർത്തനങ്ങളിലൂടെ എൻ്റെ ദൈവസ്നേഹ നിലവാരത്തെ
അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, വർദ്ധിപ്പിക്കണമേ. വർദ്ധിപ്പിക്കണമേ. ആകയാൽ ആ അഭിഷേകത്താൽ എന്റെ ആന്തരിക നേത്രങ്ങള് പ്രകാശിച്ചുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തെ ദർശിക്കുവാൻ എന്നെ വഴി നടത്തണമേ. അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇതുപോലെ ശ്രദ്ധിക്കുക. ഇത്തരം ദൈവസ്നേഹമില്ലാതെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ദൈവസ്നേഹവും ഇല്ലാതെ സാങ്കേതികമായിട്ട് ന്യൂമറിക്കലായിട്ട് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടില്ലേ, പത്രം കൊടുക്കണതൊക്കെ എണ്ണി കൊടുക്കും. 4 ഇനി 4 പത്രമായി, ഇനിയിപ്പോൾ 5ാമത്തത് അത് ഇവിടെ കൊടുക്കുമാവും. അപ്പോൾ ഇന്ന് ചോറിന് തല ചൊറുക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കണ ആൾക്കാരില്ലേ, ഇത് എണ്ണി ഒപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് ദൈവസ്നേഹമില്ല. അവർ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ഈ ആരൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടുകയാണ്. ആരൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് പേഴ്സണൽ കൺവിക്ഷൻ ഇല്ല, പൂർണ്ണ ബോധ്യമില്ല. പൂർണ്ണ ബോധ്യമില്ലാത്തപ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വക്രത ഉണ്ടാകും കൂടുതൽ. നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കുണ്ടാകാൻ പോണത് വക്രതയാണ്. വക്രത എന്ന് പറയുന്നത് വളവ്. അതുപോലെ തന്നെ വക്രതയും ഉണ്ടാകും. പിന്നെ എന്താണ് ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നത്? അവിശ്വസ്തതയുണ്ടാകും. നിങ്ങൾക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾക്കുണ്ടാവും, വക്രതയുണ്ടാവും. എന്താ കാര്യത്തിൽ ദൈവത്തെ എങ്ങനെ പറ്റിക്കാം, ദൈവത്തെ എങ്ങനെ സൂത്രപ്പണി കൊണ്ട് കണ്ണിപ്പൊടിയിടാം, ചെയ്യാൻ പോണ ശുശ്രൂഷയെ എങ്ങനെ ശ്ലോകത്തിൽ ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ തന്നെ ഞാൻ ഉദാഹരണത്തില്ലേ, ബന്ധുക്കളെ പോയി കാണുക. രോഗികളെ കാണാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളെ പോയി കണ്ടിട്ട് വെറുതെ ചുമ്മാ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോവുക. ബന്ധുക്കളാണ്. അതാണ് ശ്ലോകത്തിൽ കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ രോഗികളെ കണ്ടെന്ന് പേരുമാകും, ദൈവത്തിൻ്റെ കണ്ണി പൊടിയും വിട്ട്. ഇതിന് വക്രതയെന്ന് പറയും. വക്രത. ചില ആൾക്കാരൊക്കെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടി രക്ഷപ്പെട്ടു പോയേനെ. എന്താ കാര്യം? ഇവിടെ വക്രത പുറത്ത് വന്നില്ലേ ഇപ്പം? അതാണ് പ്രശ്നം. ഉടമ്പടി എടുത്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വക്രതയുള്ളവരായി മാറി. അവിശ്വസ്ത കാര്യം എന്ന് വെച്ചാൽ അവർ ഇപ്പം തന്നെ പത്രം തന്നെ എത്രയോ മനുഷ്യരാണ് പത്രം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനീ പറഞ്ഞ ഗ്രീൻ അവർ പറഞ്ഞ മേരി ഗ്രീൻ അവരോട് പറഞ്ഞു, അവരോട് ഈ പത്രം കൊടുത്തുകൊണ്ട് നടന്നപ്പോൾ മറ്റുള്ളവർ അവരോട് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തോട് ചെയ്യുന്നതിൽ ഞാൻ വിശ്വസിക്കണില്ല എന്ന് അവരോട് എതിരഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവർ തിരിച്ചു പറയും. എന്താ പറയണത്? അങ്ങനെയല്ല, നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതിങ്ങനെ പത്രം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന പരിപാടിയല്ല, അതൊരു ജീവിത രീതിയാണെന്ന്. അതാണ് വിഷയം. അവർക്കത് ബോധ്യമുണ്ട്. ഇപ്പം ആയുർവേദ ഡോക്ടറാണ്, അവർക്കാണ് ഈ 5ാം റാങ്ക് കിട്ടിയിരിക്കണേ. ഇപ്പോൾ 5ാം റാങ്ക് കിട്ടിയിട്ട് എന്ത് ചെയ്തറിയോ? അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ഭയങ്കര സീരിയസ് ആയത് കാരണം ദൈവം ഇവരെന്നാ ചെയ്തിരിക്കണം? സർജറി കൊടുത്തിരിക്കുകയാണ്. സർജറിക്ക് 2 സീറ്റ് ഇന്ത്യയിലുള്ളു. സർജറി ആയുർവേദക്കാർ സർജറിക്ക് പോയപ്പോഴല്ലേ പണ്ട് MBBSകാർ സമരത്തിന് പോയത്. ഇപ്പോൾ സർജറി ഇപ്പോഴും ഉണ്ട്. ആയുർവേദത്തിൽ സർജറി കിട്ടാൻ പാടാണ്. 2 സീറ്റോ 3 സീറ്റേ ഉള്ളൂ. 5ാം റാങ്ക് കയറത്ത് കിട്ടത്തില്ല. 2ാം റാങ്ക് 1ാം റാങ്കാണ് സർജറി കിട്ടണത്. പക്ഷെ അമ്മ ഇവർക്ക് സർജറി കൊടുത്തിരിക്കണം. എന്താ കാര്യം? ഇവർക്ക് ബോധ്യമുണ്ട് സംഭവങ്ങളാണ്. നമുക്ക് ഒരു നല്ല ബോധ്യമുണ്ടെങ്കിൽ
ദൈവം സത്യമായത് കാരണം നമ്മളെ സഹായിക്കാൻ ദൈവത്തിന് വരെ ഓപ്ഷനില്ല. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ 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 ഈശ്വരാധന ആരാധന നിയമാവർത്തനം 32:20 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ നിയമാവർത്തനം 32:20 അവിടുന്ന് പറഞ്ഞു, അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും. ചില ഉടമ്പടിക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കണം, കണ്ടല്ലേ? ചില ഉടമ്പടി ചെയ്ത ആൾക്കാരെ കുറിച്ച് പറയണത്. നിയമാവർത്തനം 32:20 എന്താ പറഞ്ഞിരിക്കണത്? അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം. അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ്. അത് വക്രതയാണ് പ്രശ്നം. ഇതിൻ്റെ ഉടമ്പടി വന്നിട്ട് വക്രത കാണിക്കരുത്. വക്രത എന്ന് പറയുന്നത് എന്താണ്? വക്രതയുടെ കൂടെ വരേണ്ട സംഭവമാണ് അവിശ്വസ്തത. 32:20 അതാണ്. വക്രത കാണിക്കുന്നവർ അവിശ്വസ്തതയും കാണിക്കും. മനസ്സിലായി? വക്രത കാണിക്കുന്നവർ എന്ത് ചെയ്തും അവിശ്വസ്തത കാണിക്കും. അപ്പോൾ എന്താ വക്രത എന്ന് പറയണത്? കർത്താവിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വെള്ളം ചേർത്ത് നമുക്ക് പറ്റുന്ന പരുവത്തിലേക്ക് അത് താഴ്ത്തിക്കൊണ്ടുവരും. ആ വക്രത എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിലായില്ലേ മക്കളെ? ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയല്ല, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി സംസാരിക്കുകയാണ്. കാര്യം ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഉടമ്പടി നൽകിയത് ഈ വിശുദ്ധ മന്ദിരത്തിലാണ്. അപ്പോൾ ദൈവം ഇവിടെ 24 മണിക്കൂർ കുടികൊള്ളുകയാണ്. 10,000-ങ്ങളാണ് ഓരോ മാസവും എന്തൊരു വിശുദ്ധ ജീവിതത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും വരണത്. പണ്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ധ്യാനം കൂടിയാൽ എന്തെല്ലാം പാടാ. പിന്നെ നവീകരണ ധ്യാനം കഴിഞ്ഞാൽ പിന്നെ വളർച്ചാ ധ്യാനം കഴിഞ്ഞാൽ ആന്തരിക സൗഖ്യ ധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥന അനുഭവ ധ്യാനം വരദാനങ്ങളുടെ ധ്യാനം, അത് കഴിഞ്ഞ് കൗൺസിലിംഗ് കോഴ്സ് ശുശ്രൂഷ കോഴ്സൊക്കെ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ വല്ലതുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ള ബോധ്യം കിട്ടുന്നത്. ഇത് വേണ്ടല്ലേ? ഇപ്പം ഒരാഴ്ചക്കുള്ള ആളങ്ങടെ മാറുകയല്ലേ, ദൈവം മാറ്റുകയല്ലേ? കൈ അടിച്ച് കർത്താവിനെ പറയണത് മക്കൾ വഴക്കാട്ടെടുക്കരുത്. മറിച്ച് അബദ്ധങ്ങൾ നിങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒന്നാമത്തേൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാനിങ്ങനെ വന്നൊരു വഴിയെന്ന് പറയണത് സത്യസന്ധമായൊരു വഴിയാണ്. പക്ഷേ അച്ഛനായ കാലം മുതൽ എൻ്റെ അപ്പൻ ഈശോയാണ് ദൈവമെന്ന് എനിക്ക് പറഞ്ഞു തന്ന കാലം മുതൽ ഞാൻ ഈശോനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, ആർക്കാണ് നമുക്ക് വക്രതയില്ലാതെ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അവരോട് ദൈവം സത്യസന്ധനായതുകൊണ്ട് അതിൻ്റെ ആനുപാതികമായ റെസ്പോണ്ടിങ് ഉണ്ടാകും. ഏത് രീതിയിലാണ്? അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എന്താ വക്രം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളോട് ചില സമയത്ത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറയും. അപ്പോൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറയും നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ വസ്ത്രം കൊടുക്കും. നമ്മൾ തന്നെ ഇവിടെയും കൊണ്ടുവന്ന് തരും കുറേ വസ്ത്രങ്ങൾ. ഇത് നമുക്ക് അതുപോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ കായൻ്റെ ബലി പോലെ ചെയ്യാൻ പറ്റും. ചീഞ്ഞതും പൊട്ടിയതൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് കൊടുക്കുക. ഞങ്ങളതൊക്കെ കത്തിച്ച് കളയുള്ളൂ. കാര്യം നമുക്കൊരു മാന്യതയില്ലേ?
ഈ കൃപാസനമല്ലേ ഇതിനിത് നിങ്ങളെ കൊണ്ടുവന്ന് തന്നു പറഞ്ഞാൽ കൊടുക്കണതിന് എന്താണ് കൃപാസനമല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡില്ല എന്നാണ് നമ്മൾ കത്തിച്ച് കളയും. എന്താ അറിയാം, കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ലേ. അപ്പം അത് കൊടുക്കുമ്പോൾ അത് ഭംഗിയായിരിക്കണം, വൃത്തിയായിരിക്കണം, ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ ഈശോ എന്താ പറഞ്ഞത്? 2 മൈൽ പോകണം. അത് തന്നെയാണ് നമ്മൾ ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നതിനൂടെ മേലേക്ക് കൂടി വിട്ടുകൊടുക്കണം. എന്ത് സംഭവിച്ചാൽ ദൈവത്തിരുസ്ഥനെ വ്യാപരിക്കുന്നതിനൊരു രീതികളുണ്ട്. ഇപ്പം നിങ്ങൾ ഉടമ്പടി ഇപ്പോൾ അതിർത്തി തർക്കമുണ്ടായി, വഴക്കുണ്ടായി, കേസുണ്ടായി, അല്ലെങ്കിൽ ചില പുരയിടം ചില ആൾക്കാർ നമുക്ക് തരണില്ല, നമുക്ക് വഴി നടത്താൻ പറ്റണില്ല, അതുകൊണ്ട് നമുക്ക് വീട് വെക്കാൻ പറ്റണില്ല, നമ്മളവിടെ നിന്ന് വിറ്റുചുട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കണം, അവരും ആഗ്രഹിക്കണം നമുക്ക് ഇത് വിറ്റ് കിട്ടിയാൽ മതി, പക്ഷേ വില കിട്ടാത്തത് കൊണ്ട് നമ്മൾ പോകണില്ല. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വെച്ചൊന്ന് ചാടുമ്പോൾ ഇപ്പം തന്നെ നിങ്ങളെ ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടിയിട്ട് വണ്ടിക്ക് മുമ്പ് എത്താൻ നോക്കരുത്. മറിച്ച് പതുക്കെ പ്രാർത്ഥിച്ച് നിൽക്കണം. കാരണം നിങ്ങളെടുത്തിരിക്കുന്ന വിഷയം നിങ്ങളുടെ വസ്തുവിൻ്റെ വിഷയമല്ല, അത് വ്യക്തിയുടെ വിഷയമാണ്. വസ്തുവിൻ്റെ വിഷയമായിരുന്നെങ്കിൽ അപ്പം തന്നെ ആ സംഭവം വിറ്റുമാറിയണം. മറിച്ച് ഈ വിഷയത്തിലൂടെ വ്യക്തിയായ നിങ്ങളെ ദൈവം വചനം സ്വീകരിക്കുന്ന രീതിയിലേക്കും വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന പരുവത്തിലേക്കും കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കൈയിടിച്ച് കർത്താവ് ജീവിതത്തെ പറ്റിയുള്ള ദൈവഹിതങ്ങൾ അറിയുവാൻ നമ്മളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നിയമാവർത്തനം 32:20 കണ്ടത് വക്രതയില്ലാതെ, വളഞ്ഞ വഴികളില്ലാതെ വിശ്വസ്തയോടെയാണ് ചെയ്യേണ്ടത്. വിശ്വസ്തയോടെ ചെയ്താൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ വിശ്വസ്തയോടെയാണ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണയുടെ സബ്സിഡി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? ഏക്കണത് 7:12 എതിരെയോ 7:12 അത് നിയമാവർത്തനം വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. നിയമാവർത്തനം 7:12 നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട് അവിടെ. എന്താണത്? കരുണ. അതാണ് സബ്സിഡി എന്ന് പറയുന്നത്. അതിൻ്റെ ഇല്ലാത്തതാണ്. നിങ്ങൾ ദൈവത്തിരുസ്ഥനെ സത്യസന്ധമായിട്ടും വിശുദ്ധയോടെ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മെറിറ്റില്ലാത്ത നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് വെച്ച് കഴിഞ്ഞാൽ അതാണ് കരുണ ലഭിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണല്ലേ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ വക്രതയില്ലാതെ അവിശ്വസ്തതയില്ലാതെ ഉടമ്പടിയിൽ ഒരു വ്യക്തി ദൈവമായിട്ട് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ ഉടമ്പടി പ്രകാരം വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങളുടെ കൂടെയാണ് നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് കരുണ ലഭിക്കുന്നത്. ഇനി തിരിച്ചിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എക്സ്ട്രാ കരുണ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വക്രത കാണിക്കാതെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം. കൈ ഇടിച്ച് കർത്താവിനെ മേഘത്തിൻ താടാനോടി എന്നെ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം എന്താണ്? വക്രതയോ അവിശുദ്ധയോ കാണിച്ചാൽ ഇത് പറ്റും, ഞാൻ എൻ്റെ മുഖം മറക്കുച്ച് കളയും. അതല്ലേ നിയമാവർത്തനം 32:20 എന്താ പറയണത്? ഉടമ്പടിയിൽ നിങ്ങൾ വക്രതയോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അച്ഛൻ്റെ വൈഫ് ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. അപ്പം അവർ പറയണത് കേട്ടിട്ട് വേറെ ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞാണ്. അവർ ഉടമ്പടി എടുത്തിട്ട് പിന്നെ അവർ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ കൂട്ടുകാർ പറയും, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് കഷ്ടപ്പാടാണെന്ന്. ഇത് എടുക്കണമെന്ന് ഓർക്കണ്ടേ? ദാറ്റ് മീൻസ് അവർ വക്രത കാണിക്കാൻ തീരുമാനിച്ചെന്ന് അർത്ഥം. നിങ്ങളിത് ദൈവദൃശ്യന് ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാരെ ദൈവത്തെ പറ്റിക്കാൻ തീരുമാനിച്ചെന്നർത്ഥം. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കണത്? 32:20 വായിച്ച് ശ്രുതിക്കട്ടെ. അവിടുന്ന് പറഞ്ഞു, അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും. നിങ്ങൾ വക്രത കാണിച്ചാൽ എന്ത് സംഭവിക്കും? 32:20 അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും. അതാണ് പ്രശ്നം. കർത്താവിൻ്റെ മുഖം മറന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥമെല്ലാം മനസ്സിലായ. കർത്താവിൻ്റെ മുഖം എന്ന് പറയുന്നത് നമ്മളെ ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വം എന്താണ്? ഇപ്പോൾ ഒരു കുഞ്ഞ് ഓടി നടന്ന് കളിക്കുകയാണ്, അമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേ അമ്മയുടെ കൺവട്ടത്താണ് കുഞ്ഞ് ഓടി നടന്ന് കളിക്കുന്നത്, അല്ലേ? അതാണ് കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം. ഇൻ കേസ് എവിടെയെങ്കിലും കാലുതെറ്റി വീണാലും അമ്മ ഓടിച്ചു നിൽക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിത മേഖലയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥമല്ല. കണ്ണും മൂക്കും പറ്റി ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. ഒരു വ്യക്തി ഉടമ്പടി വ്യക്തിയായിട്ട് ചെയ്യുന്നോ വിശ്വസ്തയോട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്ന് വെച്ചാൽ അവനും അവളും സംരക്ഷണ വലയത്തിലാണ്. കൈയിടിച്ച് കർത്താണ് ചൊല്ലി. മകളെ, ഈ പാട്ട് മനസ്സിൽ സൂക്ഷിച്ചിട്ട് നന്നായി സ്തുതിക്കെ. നിങ്ങളെ ദൈവം ബ്ലെസ് ചെയ്യുന്ന സമയമാണ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അതിശക്തം കർത്താവേ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ വിഷമതകൾ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, അട്ടിപോലെ ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകൾ എല്ലാം മാറ്റപ്പെടാൻ വേണ്ടി കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന 36 വർഷം ഞാനർപ്പിച്ച കൃപായുടെ യുഗതയാൽ കൃപാസാൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തിന് എല്ലാ ഭാരങ്ങളും, എല്ലാ ആശ്വാസങ്ങളും, എല്ലാ രോഗങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വക്രതയില്ലാതെ അവിശ്വസ്തതയില്ലാതെ നമ്മൾ ഉടമ്പടിയിൽ ആണ് ജീവിക്കണമെങ്കിൽ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ്. അതാണ് പറയണത്. അത് നിങ്ങൾക്ക് വക്രത വന്നാൽ, ഉടമ്പടി അവിശ്വസ്തത വന്നാൽ, എൻ്റെ മുഖം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ മാറ്റിക്കളയെന്ന് പറഞ്ഞില്ലേ? അതായത് നമുക്ക് വക്രത അവിശ്വസ്ത ഉണ്ടായാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റപ്പെടും. ദാറ്റ് മീൻസ് സംരക്ഷണം നഷ്ടപ്പെടുക. ഉടമ്പടി ഒരു വലിയ സംരക്ഷണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിജോ മോൻ എന്ന് പറഞ്ഞൊരു സാക്ഷിയില്ലേ? സിജോമോൻ്റെ പ്രശ്നം എന്താ? സിജോമോൻ ഉടമ്പടി എടുത്താൽ, വീടില്ലാത്തതുകൊണ്ട് ഉടമ്പടി എടുത്താൽ, വീടുമില്ല, സ്ഥലവും ഇല്ല, ജോലിയില്ല, അതുകൊണ്ട് ഉടമ്പടി എടുത്താൽ. പക്ഷേ സിജോമോൻ എന്താ വെച്ചാൽ ഉറങ്ങാൻ നേരം നോക്കുമ്പോൾ ഒരു കുഞ്ഞു പാമ്പോടെ ഇരിക്കണം അല്ലേ? അപ്പോൾ ഉടനെ അവനത് നോക്കി അതിനെ ഫോട്ടോ എടുത്ത് ആ പാമ്പിനെ തല്ലിക്കൊന്ന് എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ സൂക്ഷിച്ച് ഈ മൊബൈൽ ഏത് തരത്തിലുള്ള പാമ്പാണിതെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 3 മണിക്കൂർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തളരാൻ തുടങ്ങി. ഒരു ചെറിയൊരു ബോധക്കേട് പോലെ വന്നു. അല്ല, അപ്പം തന്നെ അങ്കമാലി ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന ശേഷം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്നെ കടിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, പാമ്പ് ഇതാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ശംഖുവരയനാണ്. അത് കടിച്ചെന്ന് 5 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ വെൻറ്റിലേറ്ററായി പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ ഈ മനുഷ്യൻ്റെ. അപ്പം അങ്ങനെ വന്ന് ഈ മനുഷ്യൻ്റെ അത് പറയുന്നുണ്ട്. അദ്ദേഹം എല്ലാം ഇവിടെ നിന്ന് വിവരിച്ചായിരുന്നു. അതായത് 5-ാമത്തെ മണിക്കൂറിൽ ഇയാളുടെ പാദം തളരും. അപ്പോൾ പിന്നെ മുട്ട് വരെ തളരും. മരിച്ചു കൊണ്ടിരിക്കുകയാണ്. വെൻറ്റിലേറ്ററിലാണ് ആൾ. അപ്പോൾ ഡോക്ടറിനുള്ളിൽ പറയുന്നുണ്ട്, അകലെയുള്ളവരെയൊക്കെ അറിയിച്ചോ, ഇനി നമുക്ക് ഇനി കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. എല്ലാം അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഇയാളുടെ അരക്കെട്ട് തളരും, പിന്നെ നെഞ്ച് തളരും, മരവിച്ച് പോവും. അവസാനം അദ്ദേഹം പറയുന്നത് കണ്ണ് മാത്രം ചിമ്മി കണ്ണും അടഞ്ഞു പോണ സമയത്ത് ആരോ ഓടിക്കൊണ്ടുവന്ന് ഉടമ്പടിക്ക് ആശ്രയം വീട്ടിൽ നിന്ന് കാറിൽ പാഞ്ഞ് എടുത്ത്, അപ്പോഴാണ് ഓർമ്മ വന്നത്. ഇവിടെ പാഞ്ഞ് കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ വെൻറ്റിലേറ്ററിൽ കൊണ്ടുവന്നിട്ട് സിസ്റ്ററെ എത്രയും വേഗം വെക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി. സിസ്റ്റർ ഈ വെൻറ്റിലേറ്ററിൽ കയറി ഈ ഉടമ്പടിക്ക് ആശ്രയം അയാളുടെ മുതുകത്ത് വെച്ചോടുകൂടി പിന്നെ പെട്ടെന്നാണ് മരുന്ന് പിടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെ ഈ മനുഷ്യന് ജീവൻ വെക്കുകയും ആ മരുന്ന് ബോഡി അതിന് അക്സെപ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ഈ മനുഷ്യൻ ജീവനിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, അതായത് ഈ മനുഷ്യൻ ഡെഡാണ്, മരിച്ചതുമാണ്, മരവിച്ചതുമാണ്. പക്ഷെ അമ്മ മാതാവ് നിങ്ങൾക്ക് ഞങ്ങളെ ഒരു നേർച്ച വസ്തുക്കളൊക്കെ തരുമ്പോഴേ നിങ്ങളോട് പറയുമ്പോൾ ചിലർക്കത് മനസ്സിലാവത്തില്ല. നിങ്ങൾ ഈ പള്ളികളിലൊക്കെ വെച്ച് പൈസ ഒക്കെ വെഞ്ചിരിക്കണ പോലുള്ള എന്ത് വെഞ്ചിരിപ്പാണെന്ന്. അങ്ങനെയല്ലേ സംഭവം. എന്തുകൊണ്ടാണ് നിങ്ങളത് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്ന് പറയണത്? എന്തുകൊണ്ടാണ്? കൈമാറ്റം ആ വസ്തുവിലല്ല വിഷയം ഇരിക്കണത്. അതാരാണ് കൈകാര്യം ചെയ്യുന്നത്, ആ വ്യക്തിയിലാണ് വിഷയം ഇരിക്കണത്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതെന്ന് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അതിലൂടെയാണ് ഈ പവർ ആക്ടിവേറ്റ് ആകുന്നത്.
അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ ഒരു വ്യക്തിക്ക് ഇത് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മകളായിരിക്കാം ചിലപ്പോൾ, അവൾ ചിലപ്പോൾ 2-3 പ്രേമബന്ധവും നാട്ടുകാരെ പറ്റിച്ചതും തേച്ചതുമായിട്ട് പാർട്ടിയായിരിക്കും. നിങ്ങളത് വർക്ക് ചെയ്തിട്ടില്ല, അവൾക്ക് കുമ്പസാരില്ലാത്ത അവൾ പാർട്ടിയായിരിക്കും. നിങ്ങളവൾ കാനഡയിലെ മണ്ണാങ്കടക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെടുമ്പാശ്ശേരി മകളെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് കാശ് കൊടുത്തിട്ട് കാര്യമില്ല. അവളോട് മര്യാദക്ക് ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കാൻ പറയണം. നിങ്ങൾ ആ ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറയുമോ? നിങ്ങൾ പറയത്തില്ല. ഇനി എങ്ങനെ അവളെ വിഷമിപ്പിച്ച് വിട്ടാൽ എന്ത് ചെയ്യും? അവൾ നമ്മുടെ കൈയും കാലും വിട്ട് കണ്ണെത്താത്ത ദൂരത്ത് പോയിക്കല്ലേ. അവളെ വിഷമിപ്പിച്ച് വിട്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെക്കാൾ ഉപരി മക്കളുടെ സമാധാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെയും നഷ്ടപ്പെടും, ദൈവത്തെ നഷ്ടപ്പെടും. അപ്പോൾ അമ്മയെന്ന രീതിയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഞാൻ അച്ഛനാണ്, അപ്പം ഞാൻ അച്ഛനും തന്നെയാണ് പറയണത്, അല്ല വേറെ ഒരാളത്തിൽ ഞാൻ അച്ഛൻ പറയാം എന്നാ പറയണത്. എന്താ കാര്യം? എനിക്ക് ബോധമുണ്ട്, ഞാൻ അച്ഛനാണെന്നുള്ളതിനെക്കുറിച്ച് ബോധമുണ്ട്. അതൊരു വരപ്രസാദമാണ്, അതൊരു അധികാരമാണ്. അതെൻ്റെ കർത്താവ് എനിക്ക് പട്ടത്തിലൂടെ തന്നതാണ്. ഞാനൊരു മനുഷ്യനോട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോ, നിനക്ക് ആശ്വാസം ഉണ്ടാവും, നീ തിരിച്ചു വരും, നീ സാക്ഷ്യം പറയുമെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കണ്ടിട്ടല്ല പറയണത്, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിട്ടാണ് പറയണത്. അപ്പം നിങ്ങൾ പോയി കഴിഞ്ഞ ശേഷം ഞാൻ പറയും, ഒന്നും കണ്ടിട്ടില്ല, നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവൻ തിരിച്ചു വരണം. നീ ഒരു അമ്മയാകുമ്പോൾ, നീ ഒരു അപ്പനാകുമ്പോൾ ദൈവം നിനക്ക് അതിൻ്റേതായിട്ടുള്ള കറസ്പോണ്ടിങ് ഗ്രേസ് തരും. അത് നിൻ്റെ മക്കൾക്ക് അഴിവിട്ട് പോകാതിരിക്കാൻ വേണ്ടി, ഉപ്പ് പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയാണ്. നീ ആ ഒരു ബോധമുണ്ടാകണം. പണ്ട് ഞാനൊരു സാക്ഷ്യം ഇവിടെ കേട്ടിട്ടുണ്ട്. അവർ സാക്ഷ്യം പറഞ്ഞ ഇതാണ്, അവരുടെ മകള് വേറെ ഒരുത്തനെ പ്രണയിച്ചു. അപ്പോൾ ഉടനെ ഈ അമ്മ അത് അറിഞ്ഞ ശേഷം അവൻ്റെ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറഞ്ഞേടാ, എൻ്റെ മകളെ കർത്താവിൻ്റെ അടുത്തറി ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ആളാണ്, നീ അത് സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ ദൈവം നിനക്ക് തരത്തില്ല, നീ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതെന്താ കാര്യം? അധികാരമാണ്. പക്ഷേ ഇവർ വലിയ ചക്രം പീരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് ഇടപെട്ട് ഒറ്റാഴ്ച കൊണ്ട് സഹായം പൊളിച്ചത് കഴിക്കോട്ടെ. അത് അധികാരമെന്ന് പറയുക. അമ്മമാർക്ക് അധികാരമുണ്ട്, അപ്പന്മാർക്ക് അധികാരമുണ്ട്. ദൈവം നിങ്ങളെ അമ്മയാക്കിയപ്പോഴേ, ദൈവം നിങ്ങളെ ഭാര്യയാക്കിയപ്പോഴേ, ദൈവം നിങ്ങളെ ഭർത്താവാക്കിയപ്പോഴേ ദൈവം നിങ്ങൾക്ക് നൽകുക അധികാരം. നിങ്ങൾ ദൈവത്തിന് വിനിയോഗിക്കാൻ തയ്യാറായാൽ ദൈവം ആരാണെന്ന് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബം അറിയും. കൈ ഇടിച്ച് കർത്താവിലല്ലേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നോട്ട് എന്താ? അതായത് നമ്മൾ വക്രതയില്ലാതെ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ ഉടമ്പടി ജീവിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കൺമുമ്പിലാകുമെന്നാണ് പറഞ്ഞത്, ഇല്ലേ? എന്താ, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം ചില സമയത്ത് നമുക്ക് ഒരു പാപകരമായ അവസ്ഥകൾ ചെറുക്കെങ്കിലും ജീവിതത്തിലുണ്ടാകും. പക്ഷെ അപ്പോഴും പരിശുദ്ധാത്മാവും മിനിമം ഹോളി സ്പിരിറ്റ് നമ്മുടെ ഇന്ന് പൂർണ്ണമായിട്ടും വിട്ടു പോകത്തില്ല. എൻ്റെ മക്കളത് മനസ്സിലാക്കണം. നിങ്ങൾ ചിലപ്പോൾ അങ്ങ് ചിന്തിച്ച് കാണാം, ഞാനിങ്ങനെ പാപിയായിപ്പോയി, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മിക്കവാറും പോയി കാണുമെന്ന്. അങ്ങനെയില്ല. ദാവീദ് പാപിയായ സമയത്തും ദാവീദ് പ്രാർത്ഥിച്ചത് എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിപാവനെ ഇതിൽ നിന്ന് എടുത്തു മാറ്റരുതേ. അതായത് പാപകരമായൊരു സാഹചര്യത്തിലാണെങ്കിലും നീ ദൈവഭയമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്നെ നിർത്തിക്കൊണ്ട് നിന്നെ പതുക്കെ പതുക്കെ വീണ്ടെടുക്കും. കൈ ഇടിച്ച് കർത്താവിലല്ലേ. പരിപാവ
അപ്പോൾ ആ പാമ്പ് കടിയേറ്റ് മരിച്ച് പോയപ്പോൾ ആളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ ദൈവം? അതെന്താ? അതാണ് സംരക്ഷണം എന്ന് പറഞ്ഞത്, ഉടമ്പടിയുടെ സംരക്ഷണം. ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തികൾക്കും ദൈവം ആ മനുഷ്യൻ ഉടമ്പടി എടുത്ത് പാമ്പ് കടിയാക്കാതിരിക്കാനല്ലേ? അദ്ദേഹത്തിന് വീടില്ല, അതുപോലെ തന്നെ ജോലിയുമില്ല, അതിൻ്റെ പേരിലെടുത്ത സ്ഥലമില്ല. അതെല്ലാം എങ്ങനെ റീസെറ്റ് ചെയ്തെന്ന് നോക്കിയാൽ നിങ്ങളാ സാക്ഷ്യം കേൾക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു അപായം വന്നത്. പക്ഷേ അതിലും ദൈവം അവനെ സംരക്ഷിക്കും. അപ്പോൾ ഉടമ്പടി ഒരു സംരക്ഷണമാണ്. അപ്പം നമ്മൾ നാം വക്രതയില്ലാതെ വഞ്ചനയില്ലാതെയാണ് അത് വിശ്വസ്തയോടെ ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. കാര്യം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വക്രത കാണിച്ചാൽ പരിഭ്രമം വരണത് അങ്ങനെയാണ്. ആൾക്കാർക്ക് പരിഭ്രമം വരികയില്ലേ? ജപ്തി നടപടി വരുമ്പോൾ പരിഭ്രമം വരും ഇല്ലേ? ഡോക്ടർമാർ പറഞ്ഞ് അത് ഹാർട്ടൊന്ന് ചെക്ക് ചെയ്യുന്നപ്പോൾ പരിഭ്രമമായിപ്പോയി. ഇതെങ്ങനെ പരിഭ്രമം വരണത്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ പരിഭ്രമം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ പരിഭ്രമം ഉണ്ടാകും. അതാണ് വിഷയം. നമ്മുടെ സങ്കീർത്തനം 30:8, സങ്കീർത്തനം 30:8-9. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിഷയം. വക്രത വന്നാൽ മുഖം മറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിയമാവർത്തനം 32:20. വക്രത കാണിച്ചാൽ, ഉടമ്പടിയിൽ വക്രത കാണിച്ചാൽ പിന്നെന്ത് പറ്റും? ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്ന് എൻ്റെ മുഖം മറക്കും. അപ്പോഴേ മുഖം മറച്ചാൽ എന്ത് സംഭവിക്കാം? സങ്കീർത്തനം 30:7-8 എന്താണ്? പരിഭ്രമം ഉണ്ടാവും. ഈ പരിഭ്രമം എങ്ങനെ ഉണ്ടാക്കിയതാണ്? നമ്മളുണ്ടാക്കിയെടുത്തല്ലേ. പരിഭ്രമമില്ലാതെ ജീവിക്കാനുള്ള മെയിൻ സംഭവം എന്ത്? ഒരു വിഷയത്തിലും പരിഭ്രമമില്ലാതെ ജീവിക്കാൻ പറ്റും. എന്തെങ്ങനെ ജീവിക്കാൻ പറ്റും? ദൈവത്തിരുസന്നിധിയിൽ നിൽക്കാൻ. എങ്ങനെ? വിശ്വസ്തയോടെ, വക്രതയില്ലാതെ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് കൈയടിച്ച് കർത്താവിന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം മൗനമായി മുട്ടന്നിക്കുക. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. കെട്ടവചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വക്രതയില്ലാതെ വിശ്വസ്തയോടെ കറുത്ത തിരുസിന് വ്യാപരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. യേശുവേ ദൈവത്തിരുസന്നിധിയിൽ സത്യസന്ധതയോടെ വ്യാപരിക്കുവാൻ, വക്രതയില്ലാതെ വ്യാപരിക്കുവാൻ, നിയമങ്ങൾ പാലിച്ചു മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിക്കുവാൻ, ദൈവഭയത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി മക്കളെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം. യേശുവേ, നന്ദി കർത്താവേ, ആഗ്രഹത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. മഹത്വം. ആരാധനയോടെ പാടാം. ഹല്ലേലൂയ. ഇരിക്കുക. കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിലെ വിശ്വസ്തരാണ്. ഇൻ കേസ് ഉടമ്പടി കാലത്ത് ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ കരച്ചിൽ കണ്ടില്ലേ, സഹനമായ ഒരു സാഹചര്യം വന്നു കണ്ട, പക്ഷേ അത് അന്ത്യമല്ല. അതിനെ അവർ പ്രാർത്ഥിച്ച് അതിജീവിച്ചോ ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിൻ്റെ വിഷയമായി മാറ്റിയത്. ഇതുപോലെ അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? ചില സമയത്ത് സന്ധ്യയിൽ കരച്ചിൽ വരാം, പക്ഷെ പ്രഭാതം വരുമ്പോൾ സന്തോഷമായി മാറും. അതാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ നേച്ചറാണ് പറയണത് കർത്താവിൻ്റെ വചനം. സന്ധ്യയിൽ കരച്ചിൽ വരുന്നു പറഞ്ഞ് കരച്ചിൽ വരുന്നു. 30-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്തെന്ന് പറഞ്ഞ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അപ്പൊ നീണ്ടു നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. അപ്പൊ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും ഇടയ്ക്ക് ഒരു ചെറിയ ക്ലേശങ്ങൾ വന്നാൽ നിങ്ങളെ ക്ലേശത്തിൽ നിങ്ങളെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പ്രെയർ ചെയ്ത് പ്രതിരോധിച്ച് കർത്താവിൻ്റെ ഈ സന്ധ്യയെ വിശ്വാസം കൊണ്ട് അതിജീവിക്കണം. സന്ധ്യയിനെയും കരച്ചും വിശ്വാസം കൊണ്ട് അതിജീവിക്കണം. പ്രഭാതം സന്തോഷത്തിലേക്ക് വന്ന് അത് പൊട്ടിവിടരുന്നവരെ നമ്മൾ വിശ്വാസി നോക്കി പാർക്കും. അതുകൊണ്ടാണ് പറയുന്നത് സന്ധ്യ, അതായത് പ്രഭാതമാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെയാണ് ഓരോ വിശ്വാസിയും. പ്രഭാതമാകുമെന്ന് വൃത്തിയായിട്ട് നമുക്കറിയാം. അപ്പം അതിനുള്ളിലുണ്ടാകുന്ന രാത്രികളെ നമ്മൾ പഴിക്കത്തില്ല. അത് പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റും. കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കളെ കൈകൾ മാറ്റി മാറ്റി വെക്കണം കേട്ടോ. രോഗമുള്ളിടത്തെ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്തും രോഗസൗഖ്യ പ്രാർത്ഥന സമയത്തും യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവം അവന് മരിച്ചോ എന്ന് ഉയർപ്പിച്ചു. അങ്ങനെയാണ് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. യേശു കർത്താവാണ് പറഞ്ഞേ. യേശു കർത്താവാണ്. ഞാൻ അധരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ഉയർപ്പിന്റെ ശക്തിയാൽ എൻ്റെ മാരക ദുരോഗങ്ങളെ വിട്ടുമാറട്ടെ. യേശു കർത്താവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ
മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, തീരാവ്യാധികള് ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സുഖമായി ഹരി വരേ സദയത്തോടെ സുഖമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടി വേണം. അച്ഛൻ നിങ്ങളെ ശാസിക്കും, അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. കാര്യം നിങ്ങൾ എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ആധ്യാത്മിക ധാരണപ്പിശകുകൾ തിരുത്താനാണ് അച്ഛൻ നിങ്ങളെ ശാസിക്കേണ്ടത്. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, അമ്മയാണ് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ഈ മണ്ണിൽ നിന്ന് എനിക്ക് പരിഹാരം ഉണ്ടാകും. ആ ഒരു ബോധം ഉണ്ടായാൽ മതി. ബാക്കി ഒരു പ്രശ്നവുമില്ല. ബാക്കിയെല്ലാം നമ്മളല്ല ചെയ്യണത്, അമ്മയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോഴവർ ദൈവം അനുഗ്രഹിക്കും. കാര്യം നമ്മുടെ ഒരു പ്രതീക്ഷ, അവർ രക്ഷപ്പെട്ട നമ്മളുടെ കുറേ പ്രശ്നങ്ങളെല്ലാം സമാധാനത്തിൽ അവസാനിക്കും. അതുകൊണ്ട് അവരുടെ ജോലി, അവരുടെ വീട്, അവരുടെ വിവാഹം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പരീക്ഷ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിരുദ്ധമായ നാമത്തിൽ സഭയുടെ മക്കളെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മക്കളുടെ തുറന്ന സദയത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിലുള്ള രോഗികൾ, നിങ്ങളുടെ തന്നെ രോഗങ്ങൾ, ഉടമ്പടി വച്ചിരിക്കുന്ന രോഗങ്ങൾ, അതുമേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടിയും പൂർവാധികം ആരോഗ്യത്തെ വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിലെ എല്ലാ മക്കളെയും സമർപ്പിച്ചു എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം സദയത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട ജോലിയില്ലാത്തവരെ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതയുള്ളവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, സർവീസ് പ്രോബ്ലംസ് ഉള്ളവരെ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, കുടുംബം വൈവാഹിക ബന്ധം പിരിയാൻ പോകുന്നവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേലിൽ ദൈവിക വിടുതൽ സംഭവിക്കാൻ പരിശുദ്ധയുടെ മധ്യശേഷ നാമത്തിൽ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോ
അഭിഷേകത്തിന് സാക്ഷികളായി കൃപയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് വളരെ മർമ്മപ്രധാനമായ സമയമാണ്. വളരെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സാക്ഷ്യം പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ കിട്ടാനുള്ള സമയമാണ്. ഇരിക്കുക. അറിയിപ്പുകൾ. എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കുന്നതിനും ഉടമ്പടി എടുക്കുന്നതിനുമുള്ള അവസരം ഉണ്ട്. ഫസ്റ്റ് ബാച്ച് 7 മണിക്കാണ്. തലേ രാത്രി ഈ പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്നവരും വെളുപ്പിനെ ഒരു 3 മണി തൊട്ട് ആൾക്കാർ ട്രെയിനിലേക്ക് വരാൻ തുടങ്ങും. ആ ഒരു ബാച്ചാണ് ഫസ്റ്റ് ബാച്ച് 7 മണിക്ക്. അവരിറങ്ങുന്നത് 10:30 മണിക്കാണ്. അപ്പോൾ സെക്കൻഡ് ബാച്ച്, ഇപ്പം നിങ്ങൾക്ക് രാവിലെ വരുന്നവരുണ്ടാവും. വീട്ടിൽ നിന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വരുന്നത് 5 മണിക്ക് വന്നിട്ട് ഇവിടെ വന്ന് അവർ വരണ സമയം, ആ സമയം എന്ന് പറഞ്ഞാൽ മിക്കവാറും അവർ ഈ കുമളിയിൽ നിന്ന് വരെയുള്ള ആൾക്കാർ ഈ 10:30 കണക്ക് കയറണത്. അവർക്ക് 10:30 നല്ല ടൈം. കാര്യം അവർ 2:30 ഇവിടുന്ന് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ രാത്രി 9 മണിക്ക് മുമ്പ് അവർക്ക് വീട്ടിലെത്താൻ പറ്റും. അതാണ് ടൈം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അകലെയുള്ളവർ, ഈ എറണാകുളം കോട്ടയം അല്ലാത്തവരെല്ലാം 10:30 ബാച്ചാണ് നിങ്ങൾക്ക് നല്ലത്. 10:30 ബാച്ച്, 10:30, 10:45 ആ ടൈപ്പ് ആ സമയത്ത് കയറണം. അപ്പോൾ അത് പിന്നെ തേർഡ് ബാച്ച് ഉണ്ട്. തേർഡ് ബാച്ച് ഒരു 2 മണിയാകുമ്പോൾ തുടങ്ങും. 2 മണിയാകുമ്പോൾ തുടങ്ങും. അത് എനിക്കണത് അത് ഈ എറണാകുളം, കോട്ടയം, കൊല്ലം ഒക്കെ എനിക്കണത് നിങ്ങൾക്ക് വരാൻ നല്ലത് 2 മണിക്കാണ്. കാര്യം നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് വീട്ടിലെത്താൻ പറ്റും. വീട്ടിലെത്താം ജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനൊരു ക്രമീകരണം പറയണേ, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വന്നാൽ മതി. ഇവിടുത്തെ ടൈം ക്രമീകരണം പറഞ്ഞതാണ്. ഇറ്റ്സ് ഓക്കെ. രണ്ടാമത്തെ അറിയിപ്പ്, ഞാനിവിടെ ഉള്ള ദിവസങ്ങളിലൊക്കെ അച്ഛൻ നിങ്ങളെല്ലാവരെയും കാണാം. ഞാൻ ഇന്നലെ 120-130 ആൾക്കാരെ കണ്ടത്. അപ്പം പിന്നെ ഒരു പരിപാടിയുള്ളത്, നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണം. അത് വെറുതെ കണ്ണും തിരുമ്മിയും കണ്ട് പോരരുത്. ഇപ്പോൾ അച്ഛൻ ഉണ്ടോ ഇല്ലയെന്ന് വിളിച്ച് ചോദിക്കണം. അതിന് ആ ഉടമ്പടി എല്ലാം ഓക്കെ ആണെന്ന് നോക്കണം. അച്ഛൻ ഉണ്ടായിട്ട് കാര്യമില്ല. ഉടമ്പടി ഓക്കെ അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കിയതാണോ, ഇവിടെ ഗ്യാപ്പുണ്ടോ, അതെല്ലാം നോക്കും. അവിടെ 400-450 പേരെ രാവിലെ ക്യൂ നിൽക്കണത് അച്ഛനെ കാണാൻ. അപ്പോൾ അത് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങളെന്തോ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ എന്തോ വലിയ സംഭവം നടക്കുമെന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനെ വന്ന് ക്യൂ നിൽക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ദൈവം മഹത്വപ്പെടുമെന്ന് നമുക്കറിയത്തില്ല. അച്ഛനിങ്ങനെ ആൾ ദൈവമായിട്ട് ഇങ്ങനെ ആൾക്കാരെ വാഴിക്കണമെന്നല്ലാതെ ദൈവമഹത്വം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്കും കേടാണ്, സ്ഥാപനത്തിനും കേടാണ്. അപ്പോൾ അതിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. മറിച്ച് നിങ്ങളുടെ ഉടമ്പടി പക്കയാണ്. ഉടമ്പടി വൃത്തിമേനമായിട്ട് എടുക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ഈ അച്ഛനെ കാണണമെന്ന് ഡിസൈനിൽ പറയുന്ന ആൾക്കാർ ഉടമ്പടി ഉഴപ്പാൻ ആദ്യമേ തീരുമാനിക്കുന്ന ആൾക്കാരാണ്. 50% പേരും അച്ഛനെ കാണണമെന്ന് ഇടിവെക്കണം. അതിൻ്റെ അകത്ത് 50% പേരും ഉടമ്പടി എടുത്താൽ ഉഴപ്പാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് വിഷയം. അത് ഞങ്ങൾക്കറിയാം. ഞാൻ ഈ ഇതിലിവിടെ ഇരിക്കുന്ന കാരണം എനിക്ക് എത്രയോ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി സത്യസന്ധമായിട്ട് വിഷയത്തെ വിലയിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക.
മൂന്നാമത്തെ അറിയിപ്പ്, എല്ലാ ദിവസവും രോഗികൾക്ക് വേണ്ടി രോഗികളുടെ പേപ്പർ റെഡിയാകണം. രോഗികളായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഇത് ഉടമ്പടി ധ്യാന കേന്ദ്രമാണ്. അത് ഉടമ്പടി എടുത്തിരിക്കണവരായിരിക്കണം. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും വേണ്ടി രോഗികൾ പിന്നെ വന്നാൽ മതി. ആരോഗ്യമുള്ള വീട്ടിലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്ത് നിൽക്കുക. അവർ രാവിലെ 7 മണിക്ക് ഉടമ്പടി എടുക്കാൻ കയറി കഴിഞ്ഞാൽ രോഗികൾ 10 മണിക്ക് വന്നാലും കുഴപ്പമില്ല. 10:30 തൊട്ടാണ് ഞാൻ ആൾക്കാരെ കാണാൻ തുടങ്ങുന്നത്. പരീക്ഷക്കാരെയും കാണാം. പരീക്ഷക്കാരെ ഇന്നലെ എത്ര കണ്ടെന്നറിയോ? 90 പേരെ കണ്ട്. അതായത് എല്ലാ പ്രൊഫഷണൽസിനെയും കാണാം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ വന്നിട്ട് അയ്യോ അച്ഛനില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോകരുത്. മിക്കവാറും എനിക്ക് സീരിയസ് ആയിട്ടുള്ള സഭയിലെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു, ഉച്ചവരെ ഇല്ലായിരുന്നു, ബിഷപ്പ് ഹൗസ് മീറ്റിംഗാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചു ചോദിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇറ്റ്സ് ഓക്കെ. അത് മൂന്നാമത്തെ അറിയിപ്പേ. എല്ലാത്തിനും നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് അതേ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരുടെ കയ്യിലെല്ലാം പക്കാ രേഖയാണ്. എല്ലാവരുടെ കയ്യിലും വളരെ എഡ്യൂക്കേറ്റഡാണ് ആൾക്കാർ. എല്ലാവരുടെ കയ്യിലും പക്കാ രേഖയാണ്. അത് കാരണം നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സാരമില്ല, അടുത്ത ആഴ്ച കാണാം, ഇത്തിരി പ്രശ്നമുണ്ട്, ഇത്രയല്ലേ ഉള്ളു, നിൽക്ക് എന്ന് പറഞ്ഞൊരു ചീട്ട് വേറൊരു സൈൻ ചെയ്ത് തരും, അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓക്കെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ടായിരുന്നു ഭയങ്കര സങ്കടവും വിഷമമൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാൻ കാര്യങ്ങൾ. പിന്നെ സാക്ഷ്യങ്ങൾ അതുപോലെ എല്ലാ ദിവസവും സാക്ഷ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സാക്ഷ്യം എത്രയും വേഗം പറയാൻ വേണ്ടി നോക്കാം. കാര്യം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞാൻ ഉടനെ ചോദിക്കണത് സാക്ഷ്യം പറഞ്ഞാണെന്നേ ചോദിക്കത്തുള്ളൂ. എനിക്ക് എന്താ സാക്ഷ്യം നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയല്ലേ, എനിക്ക് എളുപ്പമായിരിക്കും. കാര്യം കർത്താവ് നിങ്ങൾ ഇടപെട്ടല്ലോ. കർത്താവ് ഇടപെട്ട കേസാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എളുപ്പമാണ് സാക്ഷ്യം, പെട്ടെന്ന് മെസ്സേജാവും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ കുറച്ചുകൂടി ഇതിനകത്ത് തെളിമയോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമ്മയ്ക്കൊരു പ്രാർത്ഥനാ മുറി എൻ്റെ സ്വന്തം മുറി. തീർത്ഥാടകർക്ക് വിദൂര തീർത്ഥാടകർക്കുള്ള ഒരു തീർത്ഥാടന സങ്കേതമാണ് ഈ അമ്മയ്ക്കൊരു പ്രാർത്ഥനാ മുറി എൻ്റെ സ്വന്തം മുറി. ഒത്തിരി പേര് മുറി ചെയ്യുന്നുണ്ട്. നമ്മൾ 50-50 മുറികൾ എപ്പോഴും ഫ്രീ ആയി കിട്ടുന്ന രീതിയിലാണ് ആ കെട്ടിടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മുറി ആവശ്യമുള്ളവരും കൃപാസനത്തിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവരും 1 വർഷം 4 ദിവസം താമസിക്കാൻ പറ്റും. അങ്ങനെ 5 വർഷം ഫ്രീ ആയിട്ട്. മിഷണറീസ് ഓഫ് മരീന പാരിഷ് കൃപാസനത്തിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും 82 81 29 75 11 വിളിക്കുക. എല്ലാ ചൊവ്വാഴ്ചയും തമിഴ് ഉടമ്പടിയും അതുപോലെ തന്നെ തമിഴ്, അതുപോലെ കർണാടക, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള ഉടമ്പടി ദിവസമാണ് എല്ലാ 2ാം ചൊവ്വാഴ്ചകളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 11 പത്രങ്ങളുണ്ട് കൃപാസനത്തിൻ്റെ. ഇറ്റാലിയൻ പത്രം, ജർമ്മൻ, ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, ഉറുദു, ബംഗാളി, തമിഴ്, അങ്ങനെ ഒത്തിരി പത്രങ്ങളുണ്ട് കൃപാസനത്തിൻ്റെ. അപ്പോൾ നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതാത് ഭാഷയാണ് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത്. പിന്നെ ലൈറ്റൊക്കെ അതിൻ്റെ പേര് റിക്വസ്റ്റ്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാക്ഷ്യങ്ങൾ കൈമാറാനും പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും മുട്ട നിൽക്കുക. സമാപനാശീർവാദം. ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളുടെയും ഉടമ്പടി വിഷയങ്ങൾ ഒരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ